ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കിയാലോ. ഇപ്പോഴാണ് ഗൈസ് അറിയുന്നത് ഈ സാധനത്തിന് ഭയങ്കര ഫാൻസാണ്. എന്നാൽ പിന്നെ ഇതത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ഞാനൊരു പാത്രത്തിൽ കുറച്ച് ഓട്സ് എടുത്തിട്ടുണ്ട്. കുറച്ചെന്ന് പറയുമ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ഓട്സ് എടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനി നമുക്കതിലേക്ക് ഒരു 1/2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. കൊഴുപ്പില്ലാത്ത പാൽ വേണം കേട്ടോ ഗൈസ്. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ ഒരു ഹാഫ് ആപ്പിൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം കേട്ടോ ഗൈസ്. ആപ്പിൾ എനിക്ക് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ ആപ്പിൾ. ഇനി ആ തൊലി കളഞ്ഞാൽ നന്നായിട്ട് കുഞ്ഞിതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാട്ടോ ഗൈസ്. ഇനി എല്ലാം കൂടി ഒന്ന് കുത്തി ഇളക്കി കൊടുക്കാട്ടോ ഗൈസ്. ഇനി എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ട് ആയിട്ടുള്ള പ്രോമഗ്രാനൈറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കാട്ടോ ഗൈസ്. ഇതിനെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി അടച്ച് വെച്ച് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാട്ടോ ഗൈസ്. അതിൻ്റെ പിറ്റേ ദിവസം ആകുമ്പോൾ ഞാൻ തുറന്ന് നോക്കിയാൽ നല്ല രീതിക്ക് ഒന്ന് കുറുക്കി വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ക്യൂട്ടായിട്ടുള്ളൊരു മഗ് എടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനി ആ മഗ്ഗിലേക്ക് നമുക്കിത് കുറച്ചായിട്ട് ഈ ഒരു മിക്സ്ചർ ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അത് മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ കുറച്ച് ഭംഗിക്ക് വേണ്ടിയാണ് കേട്ടോ ഗൈസ് ഞാൻ ഒരു ഗ്ലാസ് എടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഗ്ലാസ് കുറച്ച് ഡെക്കറേറ്റ് ചെയ്യണം. കുറച്ച് ഐറ്റംസ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാനുണ്ട്. അതിന് തന്നെ നമുക്ക് കുറച്ച് മിൽക്ക് ആഡ് ചെയ്ത് നല്ല രീതിക്ക് ഒന്ന് കുത്തി ഇളക്കി കൊടുക്കാം കേട്ടോ ഗൈസ്. ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കണം. ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ അവിടെ യൂസ് ചെയ്യുന്നത് റോബസ്റ്റ പഴമാണ്. അത് കുഞ്ഞിതായിട്ട് നൈസായിട്ട് അരിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് കുറച്ചിട്ട് കൊടുത്തു. അതേപോലെ തന്നെ കുറച്ച് ഡേറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഞാൻ അവിടെ ഒരു 3 ഡേറ്റ്സ് എടുത്തിട്ടുള്ളത്. അത് കുഞ്ഞിതായിട്ട് അരിഞ്ഞ് അത് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ആൽമണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആൽമണ്ട് എല്ലാം കുഞ്ഞിതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പൊമഗ്രാനൈറ്റ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. പരിപാടി കഴിഞ്ഞിട്ടില്ല. ഇനി 2 സംഭവങ്ങളുണ്ട്. ആദ്യം തന്നെ നമ്മളെന്താ പറയുക, നമ്മുടെ ചിയാ സീഡ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായി. അത് നമ്മൾ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഗൈസ്. ഇനി നമ്മുടെ അവസാനത്തെ സ്റ്റെപ്പായ നമ്മുടെ ഹണിയാണ് കേട്ടോ ഗൈസ് ഒഴിക്കാൻ പോകുന്നത്. ചെറിയൊരു മധുരത്തിന് വേണ്ടിയാണ് കേട്ടോ ഗൈസ് നമ്മൾ ഹണി ഒഴിക്കുന്നത്. നമ്മളൊരു 1/2 ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഡിസൈൻ ചെയ്ത് മുകളിൽ കുറച്ച് പടമൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സംഭവം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഗൈസ്. ഇനി കഴിച്ചു നോക്കാം ഗൈസ്. കഴിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നു ഗൈസ് അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് മസ്റ്റ് ട്രൈ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ആ വീഡിയോ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ്. അപ്പോൾ ടാറ്റാ ബൈ, സീ യു ഗൈസ്.